ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചായക്കടയിലൊക്കെ ഉള്ള മെയിൻ ആയിട്ടുള്ള വെട്ട് കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന കിഡിലെ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ. ഇതിൽ നമ്മൾ മുട്ടൊന്നും ചേർക്കാതാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. മൈദക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേങ്കിലും മൈദൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റവ വേണമെങ്കിലും യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അപ്പക്കാരൊക്കെ ആണുള്ളതെങ്കിൽ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയും പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മധുരം കറക്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കായും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പൊടിച്ചിട്ടുള്ള മിക്സ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാൽഡ അല്ലെങ്കിൽ മിൽമ നെയ്യ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഞാനൊരു ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതാ നല്ല ക്രീമി ആയി കിട്ടുന്നവരെ ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല ക്രീമി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടി കുറച്ച് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കൈ വെച്ചിട്ട് നല്ലപോലെ തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവ് വരെ വെള്ളം മതിയാവട്ടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നെയ്യൊക്കെ ആദ്യം ചേർത്ത് കുഴച്ചതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായതിന് ശേഷം നമുക്ക് ജസ്റ്റ് കുറച്ചൊരു എണ്ണ തടവിയതിന് ശേഷം മേലെ കുറച്ച് എണ്ണയും കൂടി തടവിയതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നല്ലപോലെ കുതിർന്ന് നല്ലൊരു പാകമുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു ഏകദേശം കുറച്ച് കട്ടി തന്നെ കേട്ടോ അത് വേണ്ടത്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് തന്നെ നിങ്ങൾ പരത്തിയെടുക്കുക. നല്ലൊരു ഷേപ്പൊക്കെ കിട്ടാൻ വേണമെങ്കിൽ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ പിന്നെ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ഈസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സെൻറ്ററിലൊന്ന് ജസ്റ്റ് ഒരു വെട്ടിട്ട് കൊടുക്കുക. ഇത് സൈഡിലൊക്കെ ഇതുപോലെ ഒരു ക്രാക്കിങ് പോലെ വേണം. അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോന്നും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ല ഹൈ ഫ്ലെയിമിലുള്ള എണ്ണയിലല്ല കേട്ടോ, നമ്മൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലുള്ള എണ്ണയിലേക്ക് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ഫ്രൈ ചെയ്യരുത്, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു കുക്കായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്കൊരു 4-5 ദിവസം വരെ ഒന്ന് വീട്ടിൽ കേടാവാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.